ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. ഭാരതത്തിൽ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനുണ്ട്, സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹം വിരമിച്ചതൊക്കെ ഇന്ത്യ ഏറ്റവും വിഷമത്തോടുകൂടി കണ്ട ഒരു വാർത്തയായിട്ടൊക്കെ BBC പോലെയുള്ള വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സച്ചിൻ തെണ്ടുൽക്കറിന്റെ കളിയുടെ ആരംഭകാലത്ത് സച്ചിനോടൊപ്പം തന്നെ കളിക്കുവാൻ തുടങ്ങിയ അതിനേക്കാൾ പ്രതിഭയുള്ള ഒരു കളിക്കാരനുണ്ട്, വിനോദ് കാംബ്ലി. ഒരുപക്ഷെ വിനോദ് കാംബ്ലിയെ ഞങ്ങളെപ്പോലെയുള്ളവരുടെ തലമുറ ഓർക്കുന്നത് അടുപ്പിച്ച ടെസ്റ്റ് മത്സരങ്ങളിൽ ഡബിൾ സെഞ്ചുറി അടിച്ച വിനോദ് കാംബ്ലി. ചെറുപ്പത്തിന്റെ ഊർജത്തിൽ സച്ചിനേക്കാൾ ഉപരിയായി ഭാരതത്തിന് വേണ്ടി പോരാടിയ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു വിനോദ് കാംബ്ലി. എന്നാൽ സച്ചിൻ തെണ്ടുൽക്കറിന്റെ ആദ്യത്തെ ഇന്നിംഗ്സ് വളരെ പരാജയമായിരുന്നു. അവൻ ആദ്യത്തെ സെഞ്ചുറിക്ക് വേണ്ടി തന്നെ കുറെ മത്സരങ്ങളൊക്കെ കളിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രതിബന്ധമൊന്നും ഈ വിനോദ് കാംബ്ലിക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ തന്റെ ഉയർച്ചയുടെ മുകളിലേക്ക് വരുന്തോറും അവന്റെ സ്വഭാവത്തിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബാറിലെ സ്ഥിര സന്ദർശനവും മദ്യപാനവും തെറ്റായ സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് അവന്റെ ജീവിതം അങ്ങ് താളം തെറ്റുകയാണ്. പതിയെ പതിയെ അവന്റെ കഴിവുകളും അവന് നഷ്ടപ്പെടുകയാണ്. സച്ചിൻ തെണ്ടുൽക്കറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കഴിവില്ല എങ്കിലും അവൻ വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. തന്റെ സ്വഭാവവും തന്റെ ശരീരവും തന്റെ കായിക മത്സരത്തോടുള്ള ആ അടങ്ങാത്ത അഭിവാഞ്ഛയും ഒരുപോലെ അവൻ കാത്തു സൂക്ഷിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന സാധാരണ കളിക്കാരൻ ലോക ക്രിക്കറ്റിലെ അമാനുഷികനായ ഒരു കഥാപാത്രമായി മാറുകയാണ്. ഇത് പറയാനുള്ള കാരണം, നമ്മൾ ഏതു മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഒരുപക്ഷെ ഒരു കൃഷിക്കാരനാകാം, ഒരു അധ്യാപകനാകാം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകാം, ഒരു ബസ് ഓടിക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ ആകാം, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആകാം, ഡോക്ടർ ആകാം, ആശാരിപ്പണി ചെയ്യുന്ന ആളാകാം, അല്ലെങ്കിൽ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന ഒരാളാകാം. ഏത് ജോലിയാണെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തോടും നമ്മുടെ തൊഴിലിനോടും നമുക്ക് കുറച്ചുകൂടി ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുവാൻ സാധിക്കുമ്പോഴേ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തുള്ളൂ. ചെറിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ മദ്യപാനം കൊണ്ടും തെറ്റായ സൗഹൃദങ്ങൾ കൊണ്ടും ജീവിതം ആഘോഷമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് വീഴ്ചയിലേക്കുള്ള ആദ്യത്തെ പടിയാണെന്ന് പലപ്പോഴും മറന്നു പോവുകയാണ്. അതുകൊണ്ട് സച്ചിൻ തെണ്ടുൽക്കറെ പോലെ നമ്മൾക്കും ജീവിതം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാം, നമുക്ക് വിജയം നേടാം, അതിനുവേണ്ടി അധ്വാനം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.